ഹിന്ദു പുരാണങ്ങളിലെ സ്വർഗീയ സംഗീതജ്ഞരായ ഗന്ധർവന്മാരിൽ പ്രമുഖനാണ് തുമ്പുരു. കുബേരൻ്റെയും ഇന്ദ്രൻ്റെയും ദേവതകളുടെ കൊട്ടാരത്തിൽ അദ്ദേഹം സംഗീതം ചെയ്യുന്നതായും വിഷ്ണുവിനെ സ്തുതിക്കുന്നതായും വിവരണങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഗന്ധർവന്മാരെ അവരുടെ ആലാപനത്തിൽ നയിക്കുന്നതും അദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു. കശ്യപ മുനിയുടെയും പ്രതയുടെയും മകനായിട്ടാണ് തുമ്പുരു ജനിക്കുന്നത്. മധുരവും മനോഹരമായ സംസാരത്തിന് അദ്ദേഹം പ്രശസ്തനാണ്. തൻ്റെ സംഗീത പ്രതിഭയിൽ ഗന്ധർവന്മാരിൽ ഏറ്റവും മികച്ചവനായി തുമ്പുരു പലപ്പോഴും വിശേഷിക്കപ്പെടുന്നു. ഗായകനും സംഗീതജ്ഞനുമായ അദ്ദേഹം ഗാനങ്ങളുടെ രാജാവായും അറിയപ്പെടുന്നു. ഭാഗവത പുരാണം നാരദനെ തുമ്പുരുവിൻ്റെ ഗുരുവായി കണക്കാക്കുന്നു. യുധിഷ്ഠിരൻ്റെ കൊട്ടാരം സന്ദർശിക്കാൻ തുമ്പുരു അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നു. അത്ഭുത രാമായണത്തിൽ എല്ലാ ഗായകരിലും ഏറ്റവും മികച്ചത് തുമ്പുരു ആണെന്നും നാരദന്റെ തപസ്സുകളേക്കാൾ സ്തുതിഗീതങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്നും അതുകൊണ്ട് തമ്പുരു തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും വിഷ്ണു നാരദനോട് പറയുന്നു. വിഷ്ണുഭക്തനായ നാരദന് തുമ്പുരുവിൽ അസൂയ തോന്നുന്നു. എങ്ങനെയും സംഗീതം പഠിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. വിഷ്ണു നാരദനോട് സംഗീതം പഠിക്കാൻ പറയുന്നു. നാരദനെ ഗാനബന്ധു എന്ന മൂങ്ങയിലടുത്തേക്ക് അയക്കുന്നു. മൂങ്ങയിൽ നിന്നും പഠിച്ച ശേഷം നാരദൻ തുമ്പുരുവിനെ കീഴടക്കാൻ ചെല്ലുന്നു. തുമ്പുരുവിന്റെ വീട്ടിലെത്തുമ്പോൾ മുറിവേറ്റ സ്ത്രീകളും പുരുഷന്മാരും തുമ്പുരുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അദ്ദേഹം കാണുന്നു. നാരദന്റെ മോശം ആലാപനത്താൽ മുറിവേറ്റ സംഗീത രാഗങ്ങളും രാഗിണികളുമാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നു. അപമാനിതനായ നാരദൻ നാടുവിടുന്നു. ഒടുവിൽ കൃഷ്ണന്റെ ഭാര്യമാരായ ജാമ്പവതിയും സത്യഭാമയിൽ നിന്നും സംഗീതം പഠിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ തുമ്പുരു പലപ്പോഴും കുതിരമുഖനായി കാണപ്പെടുന്നു. അവൻ പാടുമ്പോൾ ഒരു കൈയിൽ വീണയും മറുകൈയിൽ കൈത്താളങ്ങളും കാണുന്നു. ദക്ഷിണേന്ത്യൻ ഇതിഹാസത്തിൽ തുമ്പുരു ഒരിക്കൽ കഠിനമായ തപസ്സുകൾ അനുഷ്ഠിക്കുകയും ശിവനെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. തനിക്ക് കുതിരമുഖം, പ്രപഞ്ചം ചുറ്റി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ശിവനോടൊപ്പം വസിക്കാനും സേവിക്കാനുമുള്ള കഴിവ് എന്നിവ നൽകണമെന്ന് തുമ്പുരു ശിവനോട് ആവശ്യപ്പെടുന്നു. ശിവൻ അവനെ അനുഗ്രഹിക്കുകയും അവൻ ആഗ്രഹിച്ച വരങ്ങൾ നൽകുകയും ചെയ്യുന്നു. വിഷ്ണുവിന്റെ അവതാരമായ രാമനും അവന്റെ സഹോദരൻ ലക്ഷ്മണനും വനത്തിൽ വനവാസത്തിനിടെ വിരാത എന്ന രാക്ഷസനെ കണ്ടുമുട്ടിയതായി രാമായണം പരാമർശിക്കുന്നു. ഈ രാക്ഷസൻ ശപിക്കപ്പെട്ട തുമ്പുരുവായിരുന്നുവെന്നും ഒരിക്കൽ രംഭയെ കുബേരന്റെ മുന്നിൽ കൊണ്ടുവരാത്ത തുമ്പുരുവിനെ കുബേരൻ ശപിക്കുകയായിരുന്നുവെന്നും അടുത്ത ജന്മത്തിൽ രാക്ഷസനായി ജനിക്കാൻ വിധിക്കപ്പെടുന്നു. വിരാതൻ എന്ന രാക്ഷസന് 2 നീണ്ട കൈകളും ഉഗ്രരൂപവും ഉണ്ടായിരുന്നു. അവൻ രാമന്റെ ഭാര്യയായ സീതയുടെ നേരെ പാഞ്ഞെടുക്കുന്നു. അവളെ പിടികൂടുന്നു. സീതയെ താഴെ ഇറക്കാൻ രാമനും ലക്ഷ്മണനും ആവുന്നത്ര ശ്രമിക്കുന്നു. അവർ രാക്ഷസന്റെ തോളിലിരുന്ന് അവന്റെ കൈകൾ വെട്ടിമാറ്റുന്നു. വിരാതനെ ജീവനോടെ കുഴിച്ചു മൂടാൻ ലക്ഷ്മണൻ തീരുമാനിക്കുന്നു. വിരാതൻ അപ്പോൾ തന്റെ കഥ രാമനോട് പറയുന്നു. തുമ്പുരു രൂപം പ്രാപിക്കുകയും ശാപമോക്ഷം നേടുകയും ഗന്ധർവന്മാരുടെ ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. പാപവിനാശത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തുമ്പുരു തീർത്ഥം തന്റെ ഭാര്യയുടെ അലസതയെ ശപിച്ച തുമ്പുരുവിന്റെ കഥയാണ്. ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യമുനി തന്റെ ശിഷ്യന്മാരുമായി ഇവിടെ എത്തുന്നതുവരെ കുളത്തിൽ അതിജീവിക്കേണ്ടി വന്ന ഒരു തവളയായി ആ സ്ത്രീ മാറുന്നു. മഹാമുനി തന്റെ ശിഷ്യരോട് കുളത്തിന്റെ ദിവ്യത്വം വിവരിക്കുമ്പോൾ അവൾ തവളയുടെ രൂപം മാറി ഗന്ധർവ രൂപം വീണ്ടെടുത്ത് ഗന്ധർവ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ തീർത്ഥത്തെ തുമ്പുരു തീർത്ഥം എന്ന് വിളിക്കാൻ തുടങ്ങി. തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള തിരുമലയിൽ സന്ദർശിക്കേണ്ട പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് തുമ്പുരു തീർത്ഥം. തമ്പുര എന്ന സംഗീതോപകരണത്തിന് തുമ്പുരുവിന്റെ പേരിട്ടതായി വിശ്വസിക്കപ്പെടുന്നു.